ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ഞാൻ നല്ലൊരു ചടങ്ങിന് പോകാൻ കേട്ടോ. ഒരു നിക്കാഹുണ്ട് ഫ്രണ്ടിൻ്റെ മോളെ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. എൻ്റെ ആദ്യത്തെ ഒരു നെയ്ബറായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയൊരു ബന്ധമാണ് കേട്ടോ നമ്മൾ തമ്മിലൊക്കെ. അപ്പം നമ്മളെ ഫാമിലിയായിട്ട് നല്ലൊരു കണക്ഷനാണ് അവർ. അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധമായിപ്പോയിക്കണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പോകുന്നത് വീട്ടിലേക്ക്. എൻ്റെ 2 മക്കളും വന്നില്ല. പിന്നെ നാത്തൂനെ വിളിച്ചു, അവൾക്ക് കുട്ടിക്ക് വയ്യാത്തതിനോണ്ട് അതുമില്ല. പിന്നെ ഉമ്മക്കും വരാൻ കഴിഞ്ഞില്ല. ഇവരെ 2 മക്കളാട്ടോ. പിന്നെ ഒരു മോനും ഉണ്ട് അവർക്ക്. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പം എല്ലാവരും മാറ്റാനുള്ളൊക്കെ തയ്യാറെടുപ്പാണ്. ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ അങ്ങനെ അവരെ ഫോട്ടോ ഒക്കെ കളക്ഷൻസ് ഉണ്ട്. ഒരു ഏട്ടത്തിയനിയത്തിൻ്റെ അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നിന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആളുകൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്ന്. കാരണം 4 മണിയാകുമ്പോഴേക്കും ഈ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിയണം എന്ന് പറഞ്ഞ് ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് അവർ ടേബിൾ മേലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേഗം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തോ ഒരു ടൈമായപ്പം ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു പോയി. വീട്ടിലെല്ലാ റൂമിലും എല്ലാ സ്ഥലത്തും ആൾക്കാർ തന്നെ. അങ്ങനെ കുറച്ച് ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ പലഹാരത്തിൻ്റെ അവിടേക്ക് പോയപ്പം നമ്മൾ പള്ളിക്കലേക്ക് നിക്കാഹിൻ്റെ ടൈമിന് കൊണ്ടുപോകണമല്ലോ. അത് പറയാത്തതാണ് നല്ലത്. ഒരു ചാക്ക് നിറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. പലതരം പലഹാരങ്ങളുണ്ട്. ഇങ്ങനെ വരുന്ന് ഓരോന്ന് മുറിക്കുന്നതനുസരിച്ച് ആളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിനനുസരിച്ച് ചോറിങ്ങനെ വിളമ്പിങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോഴുള്ള കാഴ്ചകൾ കണ്ട് പറഞ്ഞ കേട്ടോ. പിന്നെ ആ ടിന്ന് നിറഞ്ഞിട്ടുണ്ട് പലതരം പലഹാരങ്ങളും. എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. കാരണം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കല്ലേ. ഇറച്ചി കേക്ക്, സമൂസ, പലതരം വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇത് വേറൊരു സെക്ഷൻ. അങ്ങനെ ആയിട്ട് ആ ടിന്ന് നിറഞ്ഞ് അതിൽ ഒരു ഐറ്റം അല്ല കേട്ടോ, പല ഐറ്റങ്ങളും ഇട്ടിട്ട് നിറയ്ക്കുകയാണ്. കാരണം ആ പള്ളിക്കൽ പോയിട്ട് ട്രേയിൽ നിരത്തും തോന്നുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടിന്നിലാക്കി കൊടുക്കുന്നത്. പിന്നെ അത് ആക്കി മുറിച്ച് ഫുള്ളായിട്ടും ചട്ടിപ്പത്തിരികളും പലതും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ചെമ്പിലുള്ള ചോറെല്ലാം തീർന്നു. പിന്നെ ഈ കാണുന്ന ചെമ്പിലുള്ള ചോറൊക്കെ പിന്നെ ഇതാ മോള് മാറ്റിയിട്ടുണ്ട് പറഞ്ഞത്. പിന്നെ ഇതായി അപ്പം നമ്മൾ അവളെ കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര എനിക്ക് നല്ല കിട്ടിയിട്ടില്ല, നല്ലോണമൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. നല്ല മൈലാഞ്ചി കിട്ടപ്പം എന്നൊക്കെ എഴുതിക്കുന്നു കേട്ടോ. പേരൊക്കെ എഴുതിക്കുന്നു. ഫിയാസ് മറവാന്നാണ് പേര്. പിന്നെ ഇതാ നിക്കാഹിന് പോകുമ്പോൾ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു പിന്നെ അവളെ സമ്മതം ചോദിക്കല് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്ന് നിർത്തിച്ചു. അപ്പം അതൊക്കെ അവിടെ ദുആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവളോട് സമ്മതം ചോദിക്കാൻ കേട്ടോ. മോളെ പോട്ടേക്ക് സമ്മതമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ഫ്രണ്ട്സുകളൊക്കെ പറയുന്നത് 100 വട്ടം സമ്മതമാണ് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവളെ കെട്ടിപ്പിടിക്കലും ഉമ്മക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു മുഹൂർത്തം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നിക്കാഹ് കഴിഞ്ഞാൽ നാളാണ് പെണ്ണാണൽ ശരിക്കും. അവൻ നിക്കാഹിന് മഹർ കെട്ടാനോ അങ്ങനെയുള്ളതിനൊന്നും വരുന്നില്ല. അതൊക്കെ നാളത്തെ പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് നിക്കാഹ് മാത്രം. കാരണം അവരാരും വരുന്നില്ല ഇവിടേക്കൊന്നും. അപ്പോൾ അവൾ സന്തോഷപൂർവ്വം തന്നെ ഉപ്പനെ പറഞ്ഞേക്കാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു ഇമോഷണലൊക്കെ ആയിപ്പോയിക്കുന്നു കേട്ടോ, കരിച്ചിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തമാശകളും ഓരോന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കൈയൊക്കെ നല്ലോണം പിടിച്ചോളേണ്ടി മരുവൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വിറയ്ക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഹരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോണത്. പിന്നെ അവരെല്ലാവരും പോയി കഴിഞ്ഞ് ആണുങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് ഇതുപോലെ ടേബിൾ മേൽ വെച്ച് കുടിക്കുന്നവരുണ്ട്, പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അവർ പോണത് നോക്കിക്കാട്ടോ പാവം. അപ്പം മഹർ എന്നൊന്നും കൊണ്ടുവരുന്നില്ല. ഒക്കെ നാളാണ് എൻഗേജ്മെൻ്റ് ഒക്കെ. ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വരുന്നത് നാളാണ്. അപ്പോൾ നാളാണ് അവിടെ നിന്ന് ഹോളിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എല്ലാ ചടങ്ങുകളും ഇനിയുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.